ദേവിയെ മുറിപ്പെടുത്തരുത്, വേദനിപ്പിക്കരുത്, ദുഃഖിപ്പിക്കരുത്. പക്ഷേ എന്നെ പരിഹാസപാത്രമാക്കാൻ എനിക്കിഷ്ടമില്ല. എങ്കിലും ചിന്ത. ദേവി എന്നെപ്പറ്റി നന്നായി ചിന്തിക്കുന്നുണ്ടെന്നും എഴുത്ത് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. ഇന്ന് ഞാൻ എഴുത്തുണ്ടോ എന്ന് നോക്കി. ദേവി യാദൃശ്ചികമായി വഴിയിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു. ഞാൻ വിരസത ഭാവിച്ചുകൊണ്ട് "ഓ, എന്തിനയക്കുന്നു" എന്നും പറഞ്ഞ് കടന്നുപോയി. ഞങ്ങൾ രണ്ടുപേരുടെയും ഹൃദയങ്ങൾ യോജിക്കാൻ വെമ്പുകയാണ്. ഉത്കണ്ഠ, സംശയം, പ്രേമം, ചിന്താതരംഗങ്ങൾ, സൈക്കിക് ഇംപ്രഷൻ, ഉത്കടമായ ചിന്താതരംഗങ്ങൾ എന്നെ പൊതിയുന്നുണ്ട്. പക്ഷേ എന്നെ ചതിക്കുമോ? എങ്ങനെ ഹൃദയം തുറക്കും? ഏതായാലും എഴുതുക തന്നെ. രണ്ടാലൊന്നറിയണം. ഞാൻ എഴുതി. പക്ഷേ എഴുത്ത് ചെല്ലും മുമ്പ് ബോംബ് പൊട്ടി. ഞാൻ ഈ എഴുത്ത് രണ്ടാമത് പകർത്തുകയായിരുന്നു. ദേവി എന്നെപ്പറ്റി കഠിനമായി ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ എഴുതി. പ്രിയമുള്ള സരസ്വതി ദേവി, കത്തുകളെല്ലാം തിരികെ അയക്കുന്നു. തെറ്റിദ്ധാരണ കൊണ്ടല്ല, വെറുത്തിട്ടുമല്ല, ആവശ്യപ്പെടുന്നതുകൊണ്ട്. വേദനിപ്പിക്കണമെന്ന് എനിക്കില്ല. അപ്രതീക്ഷിതമായി വന്നു ചേർന്ന അനുഗ്രഹം അപഹരിച്ചെടുക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദേവിക്ക് എന്നെ വിശ്വാസമില്ലെന്ന് തോന്നുന്നു. പരിപൂർണമായി എന്നെ വിശ്വസിക്കാത്തവരുമായി മാനസികമായ ഒരു ബന്ധം പുലർത്താൻ എനിക്ക് വയ്യ. ഇതാണ് സത്യം. നമ്മുടെ സ്നേഹം നുണകളിൽ നിന്നും സംശയങ്ങളിൽ നിന്നും കെട്ടിപ്പൊക്കേണ്ട കേട്ടോ. വിഷാദമധുരമായ മോഹനകാവ്യമേ, ഹൃദയം എന്തിന് അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നു? ഹൃദയം തുറന്ന് എന്നോട് സംസാരിക്കൂ. മനസ്സിലാക്കാൻ എനിക്ക് കഴിയും, മാനിക്കുവാനും. എനിക്ക് സംസാരിക്കാനുള്ളത് നുണകളുടെയും കാപട്യങ്ങളുടെയും ഒരു സമാഹാരത്തോടല്ല. ഞാൻ സ്നേഹിക്കുന്ന ആ വിഷാദമധുരമായ മോഹനകാവ്യത്തോട്, സരസ്വതി ദേവിയുടെ ഹൃദയത്തോട്, സത്തയോട്. അത് വല്ലവർക്കും കൊടുത്തുപോയി എങ്കിൽ, വല്ലവർക്കുമായി സൂക്ഷിക്കുകയാണെങ്കിൽ, പ്രിയ സുഹൃത്തെ, ഞാൻ അനുഗ്രഹിക്കുന്നു. ഭവിക്കട്ടെ സർവമംഗളങ്ങളും. ദേവി, ആ ഹൃദയം സുലഭമായ ഒരു ആരംഭമായി തീരട്ടെ. അതിൽ നിന്ന് നവ്യങ്ങളായ ഗാനങ്ങളുടെ അരുവികൾ പൊട്ടിപ്രവഹിക്കട്ടെ. വിഷാദങ്ങളുടെ കാർമേഘങ്ങൾ പോകട്ടെ. ആഹ്ലാദത്തിൻ്റെ ശുദ്ധസുന്ദരമായ ചന്ദ്രോദയവും ഉണ്ടാകട്ടെ. സരസ്വതി ദേവി, ഞാൻ സൗഖ്യം ആശംസിക്കുന്നു. ഞാൻ പോവുകയാണ്. ഇനി എഴുതുമ്പോൾ കടലാസിൻ്റെ ഒരു വശത്ത് മാത്രം എഴുതുക. മറുപടി മറുവശത്ത് എഴുതി അയച്ചു കൊള്ളാം. എൻ്റെ കത്തുകളെല്ലാം നശിപ്പിച്ചുവോ? ഇല്ലെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യുക. ഞാൻ ഈ നാട് വിടുന്നു. പണ്ടേ മടുത്തതാണ്. എങ്കിലും സാരമില്ല. ദേവിയുടെ മറുപടിക്കായി ഞാൻ കാക്കുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ ഒരു കത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഉടനെ അങ്ങ് ചെന്നില്ലെങ്കിൽ എൻ്റെ കൊച്ചനുജനെയും കൂട്ടി അവർ ഇങ്ങു വരും. വയസ്സുകാലം ഞാൻ ചെല്ലണം. ദേവി, മറുപടി വേഗം അയക്കൂ. ഇന്ന് തന്നെ അത് കണ്ടിട്ട് വേണം ഇവിടം വിടാൻ. ദേവി, ആ ഹൃദയത്തിൽ മുറിവുകൾ എങ്ങനെയുണ്ടായി? മറിഞ്ഞ വേദനകളെ ഞാൻ ഉണർത്തുകയല്ല ദേവി. അതൊക്കെ കഥയായി എഴുതണം. ഓർമ്മയ്ക്ക് മാത്രം പറയുകയാണ്. പഠിച്ചു പാസ്സാവുക. കുറ്റമൊന്നും കഷ്ടിത്തലയിൽ കെട്ടിവയ്ക്കരുത്. ഇനി ദേവി എൻ്റെ ശിഷ്യയാവുന്ന കാര്യം. ദേവി എൻ്റെ അഭിപ്രായങ്ങളോട് ദേവി യോജിക്കുമോ? ഇതേപ്പറ്റി ദേവി ഒന്നുകൂടി ചിന്തിക്കുക. ഞാൻ തന്നിരിക്കുന്ന പുസ്തകങ്ങളെല്ലാം ശരിക്കും വായിച്ചു നോക്കൂ. അവരിൽ ദേവിയുടെ ഹൃദയത്തിന് കൂടുതൽ യോജിച്ചതാരോ ആ വ്യക്തിയെ ഗുരുവായി സ്വീകരിക്കുക. ഞാൻ ആ വ്യക്തിയുമായി ദേവിയെ പരിചയപ്പെടുത്താം. ചിന്തിച്ചു നോക്കൂ. എൻ്റെ ശിഷ്യയുടെ നിർദ്ദേശങ്ങൾ എനിക്ക് യോജിക്കാത്തവ ഞാൻ ഒരിക്കലും സ്വീകരിക്കുന്നതല്ല. എൻ്റെ നിർദ്ദേശങ്ങൾ എപ്പോഴും എൻ്റെ ശിഷ്യ സ്വീകരിക്കണം. ദേവി എന്താഗ്രഹിക്കുന്നു? പ്രിയമുള്ള തങ്കം, ആലോചിച്ച് സമാധാനം തന്നാൽ മതി. നാം തമ്മിൽ വളരെ അകൽച്ചയുണ്ട്. കലയുടെ ഉദ്ദേശം സർവോപരി സന്മാർഗബോധം ഉളവാക്കുകയാണെന്ന് സമ്മതിക്കാത്ത കലാകാരനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ദേവി തന്നെ ആദ്യമേ അറിയിച്ചിട്ടുണ്ട്. 2 ചോദ്യങ്ങൾ. കല എന്നാൽ എന്ത്? എന്താണ് സന്മാർഗം? തങ്കം വിഷമിക്കേണ്ട. തൽക്കാലം ഈ 2 ചോദ്യങ്ങൾക്കും സമാധാനവും വേണ്ട. ചിന്തിച്ചാൽ മതി, വായിച്ചാൽ മതി, വീണ്ടും ചിന്തിച്ചാൽ മതി. ജീവിതത്തിൻ്റെ ഉദ്ദേശവും കലയുടെ ഉദ്ദേശവും ഒന്ന് തന്നെയാണ്. തൽക്കാലം ഈശ്വരനുണ്ടെന്ന് വിചാരിക്കൂ. എൻ്റെ ഈശ്വരൻ ഒരു കലാകാരനാണ്. ആദ്യത്തെയും അവസാനത്തെയും കലാകാരൻ. ആ കലാകാരൻ്റെ 2 കലാസൃഷ്ടികളാണ് ദേവിയും ഞാനും. ആ കലാകാരൻ്റെ ഒരു എളിയ സൃഷ്ടിയായ ഈ കലാകാരൻ ചിന്തിക്കുകയാണ്. സൃഷ്ടിയുടെ ഉദ്ദേശമെന്ത്? എന്താണ് കല? കല എന്ന 2 അക്ഷരത്തിനകത്ത് ഞാൻ ഈ മഹാപ്രപഞ്ചത്തെയും എല്ലാ ജീവജാലങ്ങളെയും കാണുന്നു. ഉദ്ദേശമെന്ത്? കൊണ്ട് സൃഷ്ടിച്ചു? ഈ ചോദ്യത്തിന് 1000 സമാധാനമുണ്ട്. ദേവി, ഇഷ്ടമുള്ളത് സ്വീകരിക്കുക. ഞാൻ പോവുകയാണ്. നിഷ്കളങ്കയായ യുവതി, വേഗം മറുപടി അയക്കൂ. ആവശ്യമില്ലാതെ എന്നെ താമസിപ്പിക്കല്ലേ. നമ്മൾ കണ്ടുമുട്ടി. ദേവി ഉദ്ദേശിക്കുന്ന മാതിരി സമുദ്രത്തിലെ കപ്പലുകൾ പോലെ, അതോ ആകാശ വിശാലതയിലെ ഏകാന്ത സഞ്ചാരികളായ പക്ഷികളെ പോലെയോ? എങ്ങനെയും ആകട്ടെ, നമ്മൾ കണ്ടുമുട്ടി. ഇപ്പോൾ പിരിയാൻ പോവുകയാണ്. ഇനി ഒരിക്കലും തമ്മിൽ കണ്ടില്ല എന്ന് വരാം. എങ്കിലും സ്മരണ, സ്നേഹസാന്ദ്രമായ സ്മരണ ഉണ്ടായിരിക്കുമോ? ജബ് ചാന്ദ് മേരാ നിക്ല. കേട്ടോ തങ്കം, എന്താണിത്ര വിഷാദം? എന്നോട് പറയുമോ? ഹൃദയത്തിലെ ആ ക്ഷതങ്ങൾ ആര് വരുത്തി? വിഷാദമധുരമായ മോഹനകാവ്യമേ, എല്ലാവർക്കുമുണ്ട് ഹൃദയത്തിൽ ക്ഷതങ്ങൾ. അതിൽ നോക്കിക്കഴിഞ്ഞു പോയ അനർഘ നിമിഷത്തെ ഓർത്ത് ആദി പിടിച്ചിട്ട് എന്ത് ഫലം?
കഴിഞ്ഞുപോയി. ഇതൊരു പരമാർത്ഥം. ജീവിക്കുന്നു. ഇത് വേറൊരു പരമാർത്ഥം. ജീവിക്കണം. ജീവിക്കണം. ആർക്കും വേണ്ടി. എന്തിനായിക്കൊണ്ട് സ്വയം തീരുമാനിക്കുമോ? എനിക്ക് ഏറ്റവും പ്രിയമുള്ള എൻ്റെ സരസ്വതി ദേവി, ഞാൻ ദേവിയെ സ്നേഹിക്കുന്നു. വളരെ സ്നേഹിക്കുന്നു. എൻ്റെ ശരീരവും എൻ്റെ ഹൃദയവും എൻ്റെ ആത്മാവും എൻ്റെ ദേവിയെ സ്നേഹിക്കുന്നു. ദേവി ഇഷ്ടം പോലെ ചെയ്യുക. പക്ഷേ എന്നെ വേദനിപ്പിക്കരുത്. എന്നെ അപമാനിക്കരുത്. ഒരിക്കലും എന്നെ പരീക്ഷിക്കാൻ ശ്രമിക്കരുത്. എന്നെ വിശ്വസിക്കുക. സർവാത്മന എന്നെ വിശ്വസിക്കുക. നാം പല അനുഭവങ്ങളോടു കൂടി ഒരു പ്രായത്തിലെത്തിയവരാണ്. പഴയ ഒരു കാര്യം. ഒരു 6 കൊല്ലം മുമ്പ് ഒരു പെണ്ണുമായി ബന്ധം. കത്തുകളുടെ ഒടുവിൽ അവളെന്നെ വേദനിപ്പിച്ചു. അതുപോലെ ദേവി എന്നെ കൊല്ലാൻ ശ്രമിക്കരുത്. ദേവിക്ക് അനേകം ആൺ സുഹൃത്തുക്കളുണ്ട്. ആ മഹാസംഗമത്തിൽ ഒരാളായി എന്നെയും എടുക്കേണ്ട. ആരുമില്ലെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. ദേവിക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് സ്വന്തം കലാകാരൻ. എഴുത്തു പകർത്തി അയക്കാൻ ഭാവിക്കുമ്പോൾ ദേവിയുടെ ഒരു കത്ത് വന്നു. ഭയങ്കരമായ ഒരു നിലവിളി പോലെ, ഉത്കണ്ഠ ശമിപ്പിക്കാനുള്ള ഒരു ആത്മഹത്യ പോലെ അതെൻ്റെ ഹൃദയത്തിൽ ഒരു വെട്ടു തന്നു. ഹൃദയം മുറിഞ്ഞില്ല. ഞാൻ സ്തംഭിച്ചു പോയി. സഹോദരാ, എനിക്കിനി മറുപടി അയക്കണ്ട. എന്നെ മറന്നേക്കൂ. കാക്കയുടെ അരികിൽ കുയിലിന് സ്ഥാനമില്ലെന്ന് നേരത്തെ ഞാൻ ഓർക്കേണ്ടതായിരുന്നു. അങ്ങേക്ക് എല്ലാ വിജയവും കൈവരട്ടെ. പോകുന്നതിന് മുമ്പ് എൻ്റെ ഓട്ടോഗ്രാഫ് ബുക്കിൽ എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് വേണം പോകാൻ എന്ന് ദേവി. കത്ത് വായിച്ച് ഞാൻ സ്തംഭിച്ചിരുന്നു പോയി. കാക്കയും കുയിലും. പിന്നീടൊന്നും ഞാൻ എഴുതിയില്ല. എന്തിനെഴുതുന്നു? പേന ഞാൻ താഴെ വെച്ചു. ഞാൻ അനേക കൊല്ലങ്ങളായി കരഞ്ഞിട്ട് ഞാൻ കരഞ്ഞു. തേങ്ങി വിങ്ങി ഞാൻ കരഞ്ഞു. എൻ്റെ ദേവി എന്നെ കരയിച്ചു. ഞാൻ എഴുത്തുകളും ദേവിക്കായി കത്തെഴുതാൻ വാങ്ങിയ പാടും പേനയുമായി ദേവിക്ക് എഴുതി വച്ചിരുന്ന കഥയും എന്തെല്ലാമോ ആയി താഴെ ഇറങ്ങി. പേന തുറന്നപടി. ഞാൻ വാതിൽ പൂട്ടിയെന്നാണ് കരുതിയത്. എല്ലാം തുറന്നു മലർന്നു കിടന്നിരുന്നു. ഞാൻ അറിയാതെ നേരെ കോളേജിൽ ചെന്നു. അപ്പോഴാണ് അന്ന് ഒഴിവാണെന്നും ബക്രീദാണെന്നും മനസ്സിലാവുക. ഞാൻ ഒരു വണ്ടി പിടിച്ച് നേരെ ദേവിയുടെ വീട്ടിൽ ചെന്നു. അന്ന് ആദ്യമായി ഞാൻ ആ പടി കടന്ന് വീട്ടിൽ കയറി. നേരെ ചെന്നപ്പോൾ സൗമിനി ഇരുന്ന് വായിക്കുന്നുണ്ട്. ഞാൻ ഗേറ്റിലുള്ള പടിയിൽ കയറിയിരുന്നു. സൗമിനിയോട് ചോദിച്ചു, എവിടെ എന്ന് മാത്രം. സൗമിനിക്ക് മനസ്സിലായി. കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. കിടപ്പാണ്, ക്ഷമിക്കൂ, വിളിച്ചു കൊണ്ടുവരാം. സൗമിനി അകത്തേക്ക് ഓടി. ഞാൻ മറ്റൊന്നും ശ്രദ്ധിച്ചില്ല. ആരും നോക്കുന്നുണ്ടോ? ഒന്നും. കുറേ കഴിഞ്ഞ് ദേവി പാതുക ഹാജരായി. അലങ്കോലപ്പെട്ട മുടി, നിറം പകർന്ന കണ്ണുകൾ, ഭയങ്കരമായ ക്ഷീണം. എന്നെ വീടിൻ്റെ കിഴക്ക് വശത്തേക്ക് വിളിച്ചു. ദേവി കഠിനമായ തലവേദനയോടെ തലയ്ക്ക് കൈ കൊടുത്തു. ദേവി വാടിത്തളർന്ന് എൻ്റെ മുന്നിൽ വന്നു നിന്നു. ഞാൻ ആ മുഖത്തേക്ക് നോക്കി. കണ്ണുകളിലേക്ക്, ഹൃദയത്തിലേക്ക്, ആത്മാവിലേക്ക്. എവിടെ ഓട്ടോഗ്രാഫ് ബുക്ക്? അതിൽ ഞാൻ എഴുതാൻ വന്നിരിക്കുന്നു. തരൂ. വാങ്ങിച്ചില്ല, നാളെ വാങ്ങിക്കാം, അവശ്യമായി വളരെ പതുക്കെ പറഞ്ഞു. എന്നാൽ ദേവിയുടെ ഹൃദയമാകുന്ന ഓട്ടോഗ്രാഫ് ബുക്കിൽ എഴുതിക്കോളൂ. ദേവി സ്നേഹിക്കുന്ന കലാകാരൻ ദേവിയെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ ഉച്ചത്തിൽ പറഞ്ഞില്ല, മനസ്സിൽ ഉരുവിട്ടു. എന്നിട്ട് പേന നിബടക്കം ഭിത്തിയിൽ ആഞ്ഞു കുത്തിയൊടിച്ചിട്ട് കയ്യിൽ കൊടുത്തിട്ട് പോന്നു. ഞാൻ പോകുന്നു എന്നും പറഞ്ഞു. വഴിക്ക് വീണ്ടും ഞാൻ കരഞ്ഞു. ഹൃദയം നൊന്ത് കരഞ്ഞു. പട്ടണത്തിൻ്റെ നടുവിലൂടെ, ആൾബഹളത്തിലൂടെ കരഞ്ഞുകൊണ്ട് ഏകാഗിയായി ഞാൻ നടന്നു. ഇത്രയും വയസ്സിനിടയ്ക്ക്, അനേകം സ്ത്രീകളോടുള്ള പരിചയത്തിനിടയ്ക്ക് ആദ്യമായും അവസാനമായും പ്രേമം. എന്തെന്ന് അപ്പോൾ അനുഭവപ്പെട്ടു. ആകാശമെല്ലാം പുതുതായി കഴുകി പുതുഛായങ്ങൾ ഇട്ടതുപോലെ. കെട്ടിടങ്ങൾ, മനുഷ്യർ, പക്ഷികൾ, വാഹനങ്ങൾ എല്ലാം ഒരു പുതുവെളിച്ചത്തിൽ തെളിഞ്ഞു. ഞാൻ ജീവിതത്തെയും എല്ലാ ലോകങ്ങളെയും സർവ്വചരാചരങ്ങളെയും പ്രത്യേകിച്ച് സരസ്വതി ദേവിയെയും സ്നേഹിച്ചു. ഞാൻ കരഞ്ഞു. എൻ്റെ തൂലികയും പോയിരിക്കുന്നു. എൻ്റെ ദേവിയുടെ കയ്യിൽ കുത്തി ഒടിച്ചു കൊടുത്തു. ആയുധമില്ലാത്ത ഒരു പടയാളി, തൂലികയില്ലാത്ത ഒരു കലാകാരൻ. ഞാൻ താമസ സ്ഥലത്ത് വന്നു. കാഴ്ച കണ്ട് സ്തംഭിച്ചു നിന്നുപോയി. എല്ലാ വാതിലുകളും തുറന്നു മലർന്നു കിടക്കുന്നു. അനേക കാലമായിട്ട് പറ്റിയ ഒരു പ്രഭാതം. ഞാൻ അകത്ത് കയറി. ചാരുകസരയിൽ കിടന്നു. കടലാസുകൾ, പുസ്തകങ്ങൾ, പകുതി എഴുതിയിട്ട കഥകൾ. ഞാൻ അങ്ങനെ ഇരുന്നു. ഇല്ല, എഴുതണം. ഞാൻ വെളിയിൽ പോയി ഒരു പെൻസിൽ വാങ്ങിക്കൊണ്ടുവന്നു. ദേവിക്ക് വീണ്ടും അന്ന് തന്നെ ഒരു കത്തെഴുതി. കരഞ്ഞുകൊണ്ട് തന്നെ. കത്തെഴുതണ്ട എന്നല്ലേ പ്രഭുകുമാരിയുടെ ആജ്ഞ? ഞാൻ എഴുതി. കണ്ണുനീർ കടലാസിൽ വീഴിക്കാതെ ഞാൻ എൻ്റെ വിഷാദമധുരമായ മോഹനകാവ്യത്തിനെഴുതി. ദേവി, യുഗങ്ങളായി ഞാൻ കരഞ്ഞിട്ട് ദാ കണ്ണുനീർ വരുന്നു. കണ്ണുനീർ. കഠിനഹൃദയാവല്ലേ എൻ്റെ ദേവി, കഠിനഹൃദയാവല്ലേ. ഞാൻ ദേവിക്ക് മറുപടി എഴുതുകയായിരുന്നു. സൂക്ഷിക്കുക. ഞാൻ ദേവിക്ക് മറുപടി എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് ദേവിയുടെ കഠിനവും മ്ലേച്ഛവുമായ കത്ത് വന്നത്. എനിക്കിനി മറുപടി അയക്കണ്ട എന്നുള്ള ഗദ്ഗവുമായി. എങ്കിൽ ഇനി ആ പേന കൊണ്ട് മറ്റാർക്കും എനിക്ക് എഴുതേണ്ട ഒന്നും ഞാൻ എഴുതുന്നില്ല. എഴുതാൻ വളരെ ഉണ്ട് താനും. ആ ലെറ്റർ പാഡ് ഞാൻ എൻ്റെ ദേവിക്ക് കത്തുകൾ എഴുതാൻ പ്രത്യേകം വാങ്ങിയതാണ്. ദേവി ഇപ്പോൾ നമ്മൾ നേരിൽ കണ്ടു. ഒളിച്ചുകളിയെല്ലാം അവസാനിച്ചു. ദുരൂഹങ്ങളുടെയും സംശയങ്ങളുടെയും പേജുകൾ മറിഞ്ഞുപോയി. ഇപ്പോൾ നാം സത്യത്തിൻ്റെ മുമ്പിലാണ്. ദേവി, എൻ്റെ വിഷാദമധുരമായ മോഹനകാവ്യമേ, ഞാൻ എങ്ങും പോകുന്നില്ല. എനിക്കിനി മറ്റാരെയും കാണണ്ട. ദേവി എഴുതൂ. എൻ്റെ പ്രിയ ശിഷ്യ എഴുതൂ. ദേവി ഉണരൂ, ഉണരൂ. എൻ്റെ ദേവി ഉണരൂ. ഒരു മധുരഗാനമായി ഉണരൂ.
തങ്കം, സുലഭലമായ എൻ്റെ തങ്കം. ആ മുഖം എന്താണ് ഇത്ര വിളറിയിരുന്നത്? ആ കണ്ണുകൾക്ക് എന്തൊരു നിറപ്പകർച്ച! ദേവിയുടെ തല വിങ്ങിക്കൊണ്ടിരുന്നല്ലോ. ഉത്കണ്ഠയിൽ ഹൃദയം പൊട്ടാറായിരുന്നുവല്ലോ. എനിക്കറിയാമായിരുന്നു. എൻ്റെ ഹൃദയവും വിങ്ങിക്കൊണ്ടിരുന്നു. എന്നേരവും എൻ്റെ ദേവി എന്നെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നു. സരസ്വതി ദേവി. സൈക്കിങ് ഇംപ്രഷൻ. ദേവിക്കറിയാമോ, ദേവി എന്നെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നു. പലപ്പോഴും ഞാൻ ദേവിയുടെ അടുത്ത് വന്നത് ഓർമ്മയുണ്ടോ? ചിന്ത എന്നെ തൊടുമ്പോൾ ഞാൻ അറിയും. ഓരോ നിമിഷവും, രാവും പകലും ഞാൻ ഉണരുന്നത് ദേവി എന്ന് വിളിച്ചുകൊണ്ടാണ്. ദേവി ആ പേന സൂക്ഷിക്കൂ. അതുകൊണ്ട് ഞാൻ വളരെ എഴുതിയതാണ്. വളരെ ഞാൻ എഴുതി. എല്ലാം സൂക്ഷിക്കൂ. ദേവിക്ക് എഴുതിയ പേന കൊണ്ട് മറ്റാർക്കും ഞാൻ എഴുതില്ല. ഒന്നും ഞാൻ എഴുതുന്നില്ല. ദേവി പറയണം എഴുതാൻ. സരസ്വതി ദേവി പറയൂ. എഴുതാൻ എനിക്കൊരു പേന തരൂ. സ്വന്തം പണം കൊണ്ട് എനിക്കൊരു പേന വാങ്ങിത്തരൂ. വില കൂടിയതല്ല. സരസ്വതി ദേവിയുടെ കൈകൊണ്ട് അനുഗ്രഹത്തോടെ എനിക്ക് തരൂ. എഴുതാൻ ഒരു പേന തരൂ. പടവെട്ടാൻ എനിക്ക് വാളില്ല. ദേഷ്യക്കാരി കേൾക്കണേ. ഇന്ന് ആദ്യമായി ഞാൻ കരഞ്ഞു. അനവധി കാലമായി ഞാൻ കരഞ്ഞിട്ട്. കണ്ണീരിൻ്റെ ഉറവ് വറ്റിപ്പോയിരുന്നു. വിഷാദമധുരമായ മോഹനകാവ്യം ഇന്നെന്നെ കരയിച്ചു. കുലുങ്ങി ഞാൻ കരഞ്ഞുപോയി. ഇന്നെനിക്ക് ആദ്യമായി ഓർമ്മക്കേടുണ്ടായി. ശ്രദ്ധിച്ചു കേൾക്കണേ ചാടിക്കാരി, ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ ദിവസം എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കുളിയും ചായകുടിയും കഴിഞ്ഞ് ഞാൻ ദേവിക്ക് എഴുതുകയായിരുന്നു. എന്നുവെച്ചാൽ എഴുതി കഴിഞ്ഞത് വീണ്ടും നല്ല അക്ഷരങ്ങളിൽ പകർത്തുകയായിരുന്നു. അങ്ങനെ മണി 11 കഴിഞ്ഞു കാണും. അതോ 12. പയ്യൻ എനിക്ക് ഹോട്ടലിൽ നിന്ന് പകർച്ച കൊണ്ടുവന്നു. കൂടെ 2 എഴുത്തും. ചോറും പാത്രവും അവൻ താഴെ വെച്ചു. ഇതൊരു 2 നില മാളികയാണ്. കായലോരത്ത്. അവിടെ നിന്ന് നോക്കിയാൽ ആളുകൾ വരുന്നതും പോകുന്നതും കാണാം. ആകെ കൂടി താമസിക്കാൻ ഞാൻ മാത്രം. പയ്യൻ 2 എഴുത്ത് മുറികളിലേക്ക് കൊണ്ടുവന്നു. ഒന്ന് ദേവിയുടേതാണെന്ന് മനസ്സിലായി. തുറക്കും മുമ്പേ ഞാൻ നടുങ്ങി. ദേഷ്യക്കാരി എന്ത് ബോംബാണ് പൊട്ടിക്കാൻ പോണത്? ഞാൻ കത്ത് പൊളിച്ചു വായിച്ചു. പയ്യനോട് പറഞ്ഞു, ചോറ് നീ ഉണ്ടോളൂ. എനിക്ക് വേണ്ട. ഉണ്ടിട്ട് നീ പാത്രം കഴുകി വെച്ച് പോയിക്കോളൂ. ഇന്ന് നീ വരണ്ട, പോയിക്കോളൂ. അവൻ ഉണ്ടിട്ട് പോയി. ഞാനിരുന്ന് കുരുങ്ങി കരഞ്ഞു. എണീറ്റ് അങ്ങുമിങ്ങും നടന്നു കരഞ്ഞു. എന്നിട്ട് എല്ലാം വാരിയെടുത്തു. ഞാൻ എൻ്റെ മുഖം കണ്ണാടിയിൽ നോക്കി. ബുക്കും എഴുത്തുകളും കഥയും എല്ലാം വാരിയെടുത്തു. താഴെ ഇറങ്ങി. താക്കോൽ പോക്കറ്റിലിട്ടു. കെട്ടിടം പൂട്ടി എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ പൂട്ടിയില്ലായിരുന്നു. എല്ലാ വാതിലുകളും തുറന്നു മലർന്നു. ഒന്നും അറിയാതെ തന്നെ നടന്നു. വഴിക്ക് ഒരു വണ്ടി പിടിച്ചു. നേരെ കോളേജിൽ ചെന്നു. ആരെയും കണ്ടില്ല. എന്താണ് ആരെയും കാണാത്തത്? അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ, അല്പം പ്രായം കൂടിയതാണ്. അദ്ദേഹം അകത്തു നിന്ന് പുറത്തിറങ്ങി വന്നു. ഇതാണോ BT കോളേജ്? അതെ. എനിക്കൊരു സ്റ്റുഡൻറ്റിനെ കാണണമായിരുന്നു. ഇന്ന് ഒഴിവാണ്. ഒഴിവ്? എന്തിൻ്റെ ഒഴിവ്? ഞാൻ നേരെ അങ്ങ് വന്നു. നിന്നില്ല. അധികം സംസാരിച്ചില്ല. പൊട്ടിക്കരഞ്ഞു പോകുമായിരുന്നു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ കെട്ടിടത്തിൻ്റെ വാതിലുകളെല്ലാം തുറന്നു മലർന്നു കിടക്കുന്നു. ദേവി, എനിക്ക് ക്ഷീണം തോന്നുന്നു. എന്തെങ്കിലും പറയൂ. എന്തെങ്കിലും. ദേവി എഴുതുക. കഥകൾ, കവിതകൾ എല്ലാം എഴുതൂ. ഹൃദയത്തിൽ പേന മുക്കി എഴുതൂ. ആത്മാവിൽ സ്പർശിച്ചെഴുതൂ. എഴുതി വച്ചിരിക്കുന്ന പുതിയ കഥകൾ ഇങ്ങോട്ട് അയക്കണേ. എനിക്കിനി എപ്പോഴും ദേവിയെ കാണണം. ദേവി, ഈ എഴുത്ത് വളരെ ശ്രദ്ധിച്ചു വായിക്കൂ. ഇതാണ് എൻ്റെ ആദ്യത്തെ കത്തെന്ന് വിചാരിക്കൂ. മറ്റുള്ളതെല്ലാം മറക്കുക. ദേവിയെ ഞാൻ വേദനിപ്പിച്ചോ? ക്ഷമിക്കണം. എൻ്റെ സരസ്വതി ദേവി ക്ഷമിക്കണം. എൻ്റെ എല്ലാ തെറ്റുകളെയും ദേവി ക്ഷമിക്കണം. ഇതിൽ എൻ്റെ കണ്ണുനീര് ഞാൻ വീഴിക്കുന്നില്ല. ദേവി ക്ഷമിക്കണം. ഇതെല്ലാം വേണമെങ്കിൽ എൻ്റെ രക്തത്തിൽ എഴുതി അയക്കാം. ദേവി വായിച്ച് വളരെ ആലോചിച്ച് മറുപടി വേഗം തരൂ. എന്നെ പരീക്ഷിക്കരുത്. ഇനി ദേവി എന്നെ പരീക്ഷിക്കരുത്. എൻ്റെ ഹൃദയം ദേവിയുടേതാണെന്ന് വിചാരിച്ചുകൊണ്ട് മറുപടി എഴുതൂ. ഭാവുക ആശംസകളോടെ ദേവിയുടെ സ്വന്തം. പിറ്റേ ദിവസം ദേവി കോളേജിലേക്ക് വരുന്ന വഴിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് കത്തുമായി ഞാൻ കാലത്തെ ഇറങ്ങി. ദേവിയുടെ വീടിനടുത്ത് വരെ പോയി. കയറിയില്ല. വീണ്ടും തിരിഞ്ഞു നടന്നു. വീണ്ടും മടങ്ങി ചെല്ലാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേവിയുടെ അയൽപ്പക്കത്ത് ഞാൻ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലുള്ള 2 കമ്മ്യൂണിസ്റ്റുകാർ എന്നെ കണ്ടു. എനിക്ക് ലജ്ജ തോന്നി. ദേവിയെ ഞാനുമായുള്ള അടുപ്പം അവർ ഊഹിച്ചിട്ടുണ്ട്. എങ്ങോട്ടാ? ഞാൻ ഒരാളെ കാണാൻ പോകുന്നു. ആ ആൾ ആരെന്ന് അവർ ഊഹിച്ചു. അർത്ഥഗർഭമായി. നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയി. ഞാൻ വല്ലാതെ വിഷമിച്ച് വീണ്ടും നടന്നു. തിരികെ നടന്നു. ദൂരെ ഒരു സ്ഥലത്ത് വഴിക്കരികിൽ കാത്തു നിന്നു. 1 മണിക്കൂർ, 1.5 മണിക്കൂർ. ദേവി വരുന്നത് കണ്ടു. ഇളം മഞ്ഞ സാരി, മുടി വരിഞ്ഞ് പുറകിൽ അപ്പം പോലെ, കഴുത്ത് തെളിഞ്ഞ്, കാതുകൾ തെളിഞ്ഞ്. എന്തോ ഒരു വിഷമം തോന്നി. ദേവി എന്നെ കണ്ടു. വണ്ടി നിർത്തിച്ചു. താഴെ ഇറങ്ങിയില്ല. വണ്ടിയിൽ തന്നെ ഇരുന്നു. ഞാൻ ചെന്ന് എഴുത്തു കൊടുത്തു. പകരം എനിക്കും ഒരു കത്ത്. ഇന്നലെ എന്തിനു പേന കുത്തിയൊടിച്ചു? അതുകൊണ്ട് വേറൊന്നും എഴുതണ്ട എന്നുദ്ദേശിച്ച്. ദേവി ഒന്നും പറഞ്ഞില്ല. റിക്ഷ വലിക്കാൻ പറഞ്ഞു. വണ്ടി പാഞ്ഞു പോയി. എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുമെന്ന് ഞാൻ ആശിച്ചു. തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ കുറേ ദൂരം നടന്നു. വഴിക്കൊരു റിക്ഷ പിടിച്ചു. താമസ സ്ഥലത്ത് ചെന്നു. എഴുത്ത് പൊളിച്ചു വായിച്ചു. ഞാൻ കൊടുത്ത റോസ് പാഡിൽ, പ്രിയപ്പെട്ട സഹോദരാ, എന്നെ അങ്ങനെ നോക്കരുത്. ഏട്ടാ, എന്നെ അങ്ങനെ വിചാരിക്കരുത്. ഈശ്വരാ, കുത്തുമ്മേൽ കുത്ത്, മുറിവിന്മേൽ മുറിവ്. എൻ്റെ തുറന്ന പെരുമാറ്റം താങ്കൾ തെറ്റിദ്ധരിച്ചതായിരിക്കും.
എന്നെ അങ്ങനെ നോക്കരുത്. അച്ഛൻ ഇന്നലെ ദേഷ്യപ്പെട്ടു. അങ്ങൻ്റെ വിവാഹത്തിന് വരണം, മരണദിനത്തിൽ വരാതിരിക്കരുത്. പ്രിയേട്ടാ, എഴുതി വച്ചിരുന്ന കഥ ഞാൻ ചുട്ടുകളഞ്ഞു. സസ്നേഹം, സഹോദരി ദേവി. കത്ത് വായിച്ച് ഞാൻ വിളറി. ഉടനെ ചിരിക്കുകയും ചെയ്തു. എന്നിട്ട് പെൻസിലെടുത്ത് ആ കത്ത് മുഴുവൻ വെട്ടി ചുവട്ടിൽ ഇപ്രകാരം എഴുതി: ദേവി, ഈ നുണകളൊന്നും എനിക്ക് എഴുതി അയക്കേണ്ട. സത്യം എഴുതൂ, സത്യം മാത്രം എഴുതൂ. ദേവിയുടെ സ്വന്തം. കോളേജ് വിലാസത്തിൽ ആ എഴുത്തയച്ചു. പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ഒഴിവു ദിവസങ്ങളായതുകൊണ്ട് ആ എഴുത്ത് 3 ദിവസം കഴിഞ്ഞേ ദേവിക്ക് കിട്ടൂ. അതിനിടയിൽ വല്ലവരും പൊട്ടിച്ച് വായിച്ചാലോ? ഞാൻ വേറൊരു എഴുത്ത് എഴുതി വീട്ടുമേൽവിലാസത്തിൽ ദേവിക്ക് അയച്ചു. പ്രിയമുള്ള ദേവി, ദേവിയുടെ ആ നുണക്കത്ത് എൻ്റെ വക ഒരു ചെറു കുറിപ്പോടെ കോളേജിലേക്ക് അയച്ചിട്ടുണ്ട്. അത് 3 ദിവസം കഴിഞ്ഞേ കിട്ടൂ. വല്ലവരും പൊട്ടിച്ച് വായിച്ചാലോ എന്ന് ഭയന്ന് വിവരം മുൻകൂട്ടി അറിയിക്കാനാണ് ഈ കത്ത്. മംഗള ആശംസകളോടെ, ദേവിയുടെ സ്വന്തം. അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നി, പേന വാങ്ങിച്ചു തരാൻ പറഞ്ഞു പന്തിയായോ? പേന ഇല്ലെങ്കിൽ പെൻസിലുണ്ട്. ഇതും തൂലിക തന്നെ. എപ്പോഴെങ്കിലും എനിക്ക് തൂലിക ഇല്ലാതിരുന്നിട്ടുണ്ടോ? എപ്പോഴും വാളുണ്ടായിരുന്ന ഒരു യോദ്ധാവാണ് ഞാൻ. തൂലിക ഉണ്ടെന്നൊരു തോന്നൽ പോരെങ്കിൽ റേഷൻ കാലമായതുകൊണ്ട് ഒരു പേന വാങ്ങാൻ ദേവി നന്നേ ഞെരുങ്ങും. ഞാൻ കുറേ അധികം പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. ആദ്യത്തെ എൻ്റെ പുസ്തകങ്ങളും മറ്റും ചെറുകഥാ സമാഹാരങ്ങളും കൂടാതെ കെടാമംഗലം പപ്പുകുട്ടിയുടെ കടത്തുവഞ്ചി, ബാലകൃഷ്ണപിള്ള അവർകൾ തർജ്ജമ ചെയ്ത ഗിഡെ മോപ്പസങ്ങിൻ്റെ ഒരു സ്ത്രീയുടെ ജീവിതം, അതിനൊക്കെ പ്രതിഫലമായിട്ടാണ് പേന ചോദിക്കുന്നതെന്ന് വിചാരിച്ചെങ്കിലോ? വേണ്ട, പേന വേണ്ടെന്നറിയിക്കണം. ഞാൻ എഴുതി: പ്രിയമുള്ള ദേവി, ഞാൻ അയച്ചിരുന്ന കത്തിലെ തൂലിക എനിക്കില്ലെന്നുള്ള ഭാഗം ദയവായി ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കണം. താൽക്കാലികമായുണ്ടായ കഠിനമായ ദുഃഖത്തിൻ്റെ ഒരു നിലവിളിയായിരുന്നു അത്. ക്ഷമിക്കണം. എനിക്ക് തൂലികയുണ്ട്, എപ്പോഴുമുണ്ട്. എങ്കിൽ പിന്നെ തൂലികയില്ലെന്ന് എഴുതി അയച്ചതെങ്ങനെ? ദയവായി ക്ഷമിക്കുക. തൂലികയുണ്ട്, പെൻസിൽ കൊണ്ടും എഴുതാം. ദേവിക്കിപ്പോൾ ഒരു പേന വാങ്ങിക്കാൻ നന്നേ വിഷമമുണ്ടാവും. അതുകൊണ്ട് അക്കാര്യം മറക്കുക. വേലിൽ മുടി കെട്ടിവെക്കരുത്. വലിഞ്ഞ് അപ്പം പോലെ കെട്ടിവെക്കുന്നത് ദേവിക്ക് അഭംഗിയാണ്. സൗന്ദര്യാരാധകനായ ഒരു കലാകാരനാണ് ഈ പറയുന്നതെന്ന് വിചാരിക്കണം. മുടി പിന്നിയിടുക, അല്ലെങ്കിൽ ചുരുട്ടിക്കഴുത്തിലൂടെ മാറിയിടുക. നന്നായി വായിച്ചു പഠിക്കണം, ജയിക്കണം. മറ്റുള്ള ചിന്തകൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക. നന്നായി വല്ലതും തിന്നണം. ശരീരം കുറച്ചുകൂടി നന്നാക്കണം. ദേഹത്തിൽ ധാരാളം ചോരയുണ്ടാകുമ്പോൾ മനസ്സിലെ ദുഃഖം പോകും. അതുകൊണ്ട് ശരിക്ക് ആഹാരം കഴിക്കുക. എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട്, സ്വന്തം. ദേവിയുടെ മറുപടി കിട്ടി. എഴുത്തിൻ്റെ കൂടെ ഒരു ടിക്കറ്റും. 3 രൂപയുടേത്. കോളേജിലെ വെറൈറ്റി എൻ്റർടൈനിങ് മുൻ കത്തുകൾക്ക് എല്ലാമുള്ള ഒരു മറുപടി. പക്ഷേ ഇടയ്ക്ക് 1-2 കുറി ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ കത്തുകൾ അപ്പോഴപ്പോൾ നശിപ്പിച്ചു കളഞ്ഞെന്നാണ് പറഞ്ഞത്. തണുപ്പേറിയ മറുപടി കത്ത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ബഷീർ, BT കോളേജിൽ പഠിക്കുന്ന അധികഭാഗം ആളുകളും റൊമാൻസിനുള്ള പ്രായം കഴിഞ്ഞവരാണ്. 1-2 പേരൊഴികെ. എഴുത്തുകളെപ്പറ്റി വിഷമിക്കാനൊന്നുമില്ല. എഴുത്ത് എനിക്ക് കിട്ടി. ഞാൻ പറയാൻ പോകുന്നത് കേൾക്കാനുള്ള ക്ഷമ താങ്കൾക്കുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്കളുടെ ചില ചോദ്യങ്ങൾക്ക് സമാധാനം പറയേണ്ടിയിരിക്കുന്നു. 1. അജ്ഞാതനായ ഒരു ഗ്രന്ഥകർത്താവിൻ്റെ പേരിലുണ്ടായിരുന്ന സ്നേഹബഹുമാനം. അപ്രതീക്ഷിതമായി അദ്ദേഹത്തെ കണ്ടുമുട്ടിയതിനെ തുടർന്നുണ്ടായ സൗഹൃദ ബന്ധം താങ്കളുടെ തെറ്റിദ്ധാരണ നീക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. ഇതിൽ കൂടുതലൊന്നുമില്ല. 2. ഞാൻ ഒരിക്കലും തനിച്ചായിരുന്നില്ല. എൻ്റെ കപ്പലിൽ അനന്തകാലം വരെ എന്നെ സ്നേഹിക്കുവാനും വെറുക്കുവാനുമുള്ളവരുണ്ട്. താങ്കളുടെ പേരിൽ ചിന്തയുള്ള വളരെ അടുത്തുള്ള ഒരു സുഹൃത്ത്. ഞാൻ മരണം വരെ താങ്കളുടെ കപ്പലിലുണ്ടായിരിക്കും. നാം ഒരിക്കലും ആകാശത്തെ ഏകാന്ത സഞ്ചാരികളായ പക്ഷികളായിരിക്കില്ല. 3. അപ്രതീക്ഷിതമായ അനുഗ്രഹത്തിന് അപ്രതീക്ഷിതത്തിൽ കവിഞ്ഞ് ഞാൻ അർത്ഥമൊന്നും കൽപ്പിക്കുന്നില്ല. അനുഗ്രഹം എന്തുകൊണ്ടെന്നാൽ കലാകാരന്മാർ എപ്പോഴും അതിശയോക്തി പറയുന്നവരാണ്. 4. ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നു. ഒരു ഗ്രന്ഥകാരൻ എന്ന നിലയിൽ ഞാൻ താങ്കളെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഒരു സഹോദരൻ എന്ന നിലയിൽ സ്നേഹിക്കുന്നു. ഒരു സമൂഹത്തിലെ ഒരാളല്ല താങ്കൾ. എന്നാൽ വളരെ കുറച്ചു പേരിൽ താങ്കൾ ഒരാളാണ്. എന്തുകൊണ്ട്? എന്നെ ഒരു സഹോദരി എന്ന നിലയ്ക്ക് സ്വീകരിച്ച് എന്തുകൊണ്ട് താങ്കൾക്ക് തൃപ്തിപ്പെട്ടുകൂടാ? ഞാൻ അതിശയോക്തി പറയുകയല്ല. എന്നെ പോലുള്ള സ്നേഹസമ്പന്നയായ ഒരു സഹോദരിയെ താങ്കൾക്ക് കിട്ടില്ല. വിശ്വസിക്കുക. ഇതൊക്കെയാണ് പരമമായ സത്യങ്ങൾ. താങ്കളുടെ കടാരം എൻ്റെ ഹൃദയത്തിൽ കുത്തിയിറക്കിയ അവിസ്മരണീയമായ ആ ദിവസത്തിൽ ഞാൻ മദ്രാസിലേക്കും ബോംബെയിലേക്കും എഴുതി ഒരു നല്ല പേന അയച്ചു തരാൻ. ഡിസംബറിന് മുമ്പ് എൻ്റെ ഹൃദയത്തോടൊപ്പം എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി അത് ഞാൻ താങ്കൾക്ക് തരാം. അത് വാങ്ങാൻ യോഗ്യമെങ്കിൽ അതുവരെ ഞാൻ ഉപയോഗിക്കുന്ന പേന സ്വീകരിക്കുക. ആരെയും, പ്രത്യേകിച്ച് KSനെ കാണിക്കരുത്. അത് സാധ്യമല്ലെങ്കിൽ ഞാൻ തരുകയില്ല. വിവരം മറുപടിയിൽ കാണിക്കണം. KS ഇന്ന് പറഞ്ഞു താങ്കളുടെ സമയം താങ്കൾ വൃഥാവിൽ ചെലവാക്കുകയാണെന്ന്. ഞാൻ കാരണമാണോ ഇത്? എനിക്ക് മാപ്പ് നൽകൂ. ദയവായി എഴുതുക. തുടർന്ന് എഴുതുക. വിജയം ആശംസിക്കുന്നു. ബഷീർ, ഞാൻ സത്യസന്ധയാണ്. വിശ്വസിക്കുക.
താങ്കൾക്ക് ജോലിയുണ്ട്, പിടിപ്പത് ജോലി. എൻ്റെ സഹോദരി, നിർവിശേഷമായ സ്നേഹം കൊണ്ട് താങ്കൾ തൃപ്തിപ്പെടുകയാണെങ്കിൽ ഞാൻ താങ്കളുടെ ആജീവനാന്ത സുഹൃത്തായിരിക്കും. നമുക്ക് ഹൃദയ രഹസ്യങ്ങൾ കൂടി കൈമാറാം. ഞാൻ താങ്കളെ എഴുത്തുമൂലം വിനോദിപ്പിച്ചും വിഷമിപ്പിച്ചും കൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ കഥ അയക്കാം. വേദനകളുടെ ഒരു കഥ. താങ്കളത് തിരികെ അയക്കണം. താങ്കളുടെ ഇനിയത്തെ ഒരു കഥയ്ക്ക് പ്ലോട്ടാക്കരുത്. ഈ കത്തിൻ്റെ കൂടെ തിരികെ അയക്കണം. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം പെരുമാറുന്നു എന്ന് അത് വായിക്കുമ്പോൾ താങ്കൾക്ക് അറിയാറാവും. ഞാൻ നുണകളുടെ ഒരു സമാഹാരമല്ലെന്ന് താങ്കൾ മനസ്സിലാക്കൂ. ബഷീർ, അങ്ങനെയല്ലെങ്കിൽ ഞാൻ താങ്കളെ വിശ്വസിക്കാം. താങ്കളുമായി എഴുത്തുകുത്തുകൾ നടത്താം. ഇതും എൻ്റെ കഥയും ഒഴിച്ച് മേലിലുള്ളത് താങ്കൾ തിരികെ അയച്ചു തരേണ്ട. ഇതൊക്കെ താങ്കൾക്കറിയാൻ ആശയുണ്ടെങ്കിൽ മതി. ബഷീർ, ഞാൻ താങ്കളുടെ സമയം മെനക്കെടുത്തുകയാണോ? സത്യമായിട്ടും താങ്കൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതോ ഇതൊരു കബളിപ്പിക്കലാണോ? ഒരിക്കലും അതിര് കടക്കരുത്. താങ്കൾ എനിക്ക് ബുക്ക് വാങ്ങിച്ചു തരരുത്. ഒരിക്കലും ഇനി അത് തുടരല്ലേ. ഞാനൊരു വിഡ്ഢിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ വിഡ്ഢികളെ പിന്നെയും വിഡ്ഢികളാക്കരുത്. പ്രിയ ബഷീർ, താങ്കൾ എന്നെ ഒരിക്കലും മറന്നുകളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓർക്കണം, വളരെ ദുഃഖിതയായ ഒരു സഹോദരിയായിട്ട് ദയവായിട്ട് എൻ്റെ പ്രിയ സഹോദരനെന്ന നിലയ്ക്ക് സംതൃപ്തനാവുക. എല്ലാം കൂടിയുള്ള എല്ലാമായുള്ള മനുഷ്യനായിട്ടല്ല. താങ്കളുടെ ഹൃദയത്തിലേക്ക് ഒരു സഹോദരിയായിട്ട്, ഒരു സുഹൃത്തായിട്ട് എന്നെ സ്വീകരിക്കാൻ വയ്യെങ്കിൽ നമസ്കാരം. പ്രിയ സുഹൃത്തെ, ഈ കത്ത് മടക്കി അയച്ചേക്കുക. താങ്കൾക്ക് എൻ്റെ മേലുള്ള അഗാധമായ പ്രേമത്തിൻ്റെ അടയാളമായിട്ട് താങ്കളുടെ പേന എൻ്റെ മാർവിടത്തിൽ സൂക്ഷിച്ചുകൊള്ളാം. താങ്കളുടെ ഉപദേശം അനുസരിച്ച് കഥകളും ലേഖനങ്ങളും ഞാൻ എഴുതാം, താങ്കളെ എൻ്റെ മാതൃക ഗ്രന്ഥകാരനാക്കിക്കൊണ്ട്. ഇതൊരു നമസ്കാരമാണോ? അതോ താങ്കളാണ് വിധി കൽപ്പിക്കേണ്ടത്? താങ്കളുടെ ദേവി. NB. എൻ്റെ കത്തുകളെല്ലാം തിരികെ തരണമെന്ന് ആവശ്യപ്പെട്ടത് താങ്കളെ എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ഞാൻ ഭയപ്പെട്ടു. ഇത് സത്യമായി തീരുകയും ചെയ്തു. എൻ്റെ എഴുത്തുകളെല്ലാം വികാര നിയന്ത്രണമില്ലാത്തതാണെന്ന് ഞാൻ ഒരപരിചിതന് എൻ്റെ ഹൃദയം തുറന്നു കാണിച്ചു. കുറേ അധികം. മറുപടി അയക്കും മുമ്പ് വളരെ ചിന്തിക്കുക. താങ്കൾക്ക് ഈ കത്ത് ബുധനാഴ്ച കിട്ടും. വ്യാഴാഴ്ച മറുപടി അയച്ചാൽ എനിക്ക് വെള്ളിയാഴ്ച കിട്ടും. അതുവരെ കരക്കിട്ട മത്സ്യത്തെ പോലെയായിരിക്കും എൻ്റെ നില. ഇതോടൊന്നിച്ചയക്കുന്ന ടിക്കറ്റ് ദയവായി സ്വീകരിക്കുക. ഞാൻ അതിന് പണം കൊടുത്തു. ദേവി.